ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് കൊച്ചു ത്രേസ്യ വിൽസൺ. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട രൂപതയിൽ കല്ലേറ്റങ്ങര ഇടവകയിൽ നിന്ന് ഞാൻ വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുക എൻ്റെ ഇളയ മകൾക്ക് വേണ്ടിയിട്ടാണ്. അവൾ വിവാഹം കഴിഞ്ഞ് ഒരു 3 മാസം പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്കും ഇരട്ട കുട്ടികളാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ചെന്നൈയിലായിരുന്നു. പക്ഷേ അതിലൊരു കുഞ്ഞ് ഡൗൺ സിൻഡ്രോം ആയ ജനിക്കാമെന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും 3 ഡോക്ടേഴ്സിനെ അവിടെ കാണിച്ചു. 3 പേരും അങ്ങനെ തന്നെ അഭിപ്രായം പറഞ്ഞു. കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോളും മരുമകനും പറഞ്ഞു, ഈ കുഞ്ഞിനെ എന്ത് തന്നെ വന്നാലും ഞങ്ങൾ സ്വീകരിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ ജോലി എവിടെ നിന്ന് വേണ്ടാന്ന് വെച്ച് അവരിങ്ങോട്ട് പോന്നു. ഇവിടെ പോട്ടതന്യ മിഷൻ ഹോസ്പിറ്റലിൽ കണ്ടപ്പോഴും ഡോക്ടർ പറഞ്ഞു, ഇത് ഇങ്ങനെ എന്തേ വെച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടായില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ല ഞങ്ങൾ സ്വീകരിച്ചോളാം എന്ത് വന്നാലെന്ന് പറഞ്ഞു. പിന്നെ ഇതിനിടയിലാണ് റഫേൽ അച്ഛൻ അവിടെ BLM ധ്യാന കേന്ദ്രത്തിൽ കൺവെൻഷന് വന്നത്. അപ്പോൾ ഞാൻ അവിടെ എല്ലാ ദിവസവും വന്നിരുന്നു. അവർക്ക് വരാൻ പറ്റില്ലല്ലോ, ഞാൻ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു, അങ്ങനെ 2 ഇരട്ട കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ചിരിക്കുന്ന ഒരു മകൾക്ക് ഇനിയത്തെ സ്കാനിങ്ങിൽ എന്താവും എന്ന് കരുതിയിരിക്കുകയാണ്. ഒന്നുമില്ല, 2 കുഞ്ഞുമക്കളും ഒരുപോലെ തന്നെ നോർമലായി തന്നെ ജനിക്കും, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എൽറുഹായിൽ വന്ന് സാക്ഷ്യപ്പെടുത്തണം. അതിൽ വീട്ടിൽ നിന്ന് ഒരു ആൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഞാനായിരുന്നു. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ ഫസ്റ്റ് പോവും, പിന്നെ നിങ്ങൾ കുഞ്ഞിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല, 2 പേരും ഒരുപോലെ തന്നെ ഇരിക്കും. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ബുദ്ധികേടോ ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് പറയണം, നിങ്ങൾ പോയി സാക്ഷ്യം നൽകണം എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഞാനതങ്ങനെ. അപ്പം ഈ സാക്ഷ്യം ഞാൻ ഒരു കുഴപ്പമില്ല, ഡെലിവറി കഴിഞ്ഞ് 2 മക്കളും ഇല്ല അച്ഛാ. അപ്പോൾ 2 പേരെന്ന് പറഞ്ഞാൽ 2 മാമദീസ കഴിഞ്ഞു. ഗബ്രിയേൽ ജസ എന്നാണ് 2 പേർക്കും പേരിട്ടിരിക്കുന്നത്. പിന്നെ അച്ഛൻ പറഞ്ഞു, അവരോട് വരാൻ പറയട്ടോ, പിന്നെ 24/3/26 അത്ഭുത ജന്മാരെ ഞാൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, കൊച്ചു ത്രേസ്യ എന്ന മകളോട് കിട്ടിയ അനുഗ്രഹങ്ങൾ എൽറുഹായിൽ വന്ന് സാക്ഷ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു. പിന്നെ ഉള്ളൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 5 വർഷത്തോളമായി. 5 വർഷം കഴിഞ്ഞു. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അതിൻ്റെ 2 വർഷം മുന്നേ പാമ്പ്, പൂച്ച, എലി എന്ന് വേണ്ട, ഞങ്ങളുടെ ഒരു ഓടിട്ട വീടാണ്. അപ്പോൾ സീലിംഗ് അടിച്ചിട്ടുണ്ട് ആള്. അപ്പോൾ ഈ സീലിങ്ങൊക്കെ ചവിട്ടി പൊളിച്ച് രാത്രിയാകുമ്പോൾ സീലിങ്ങൊക്കെ വിട്ട് കൊടുക്കും. എന്നിട്ട് ആള് നേരം വെളുക്കും എടുത്ത് അടിക്കും. എങ്ങനെ ചെയ്താലും ഈ പൂച്ചകൾ മോളിൽ നിന്ന് ഇറങ്ങണില്ല. എലി പിന്നെ ഫ്രിഡ്ജിൻ്റെ വയറൊക്കെ വെട്ടിക്കൂട്ടി ഞാൻ എന്നും ഇവരെ വിളിക്കലാണ്. ഞാൻ തനിച്ചാണ് പിന്നെ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നാൾ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു, എലിയെ കൊണ്ടും പൂച്ച കൊണ്ടും. അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാനിങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരി സിൽവി എന്ന് പറഞ്ഞൊരു മകള് പറഞ്ഞിട്ടാണ് ഞാൻ ഈ അത്ഭുത ജപമാല കൂടാൻ ഇതിനെപ്പറ്റി അറിഞ്ഞത് തന്നെ. അപ്പം ഞാൻ ഒരു ദിവസം ഡിസംബർ 20-നാണ് ഞാൻ ഫസ്റ്റ് കൂടി തുടങ്ങിയത്. ഇത് ഞാൻ കൂടിയപ്പോൾ അച്ഛൻ്റെ ശുശ്രൂഷ ഞാൻ കണ്ടു. കല്ലുപ്പ് ശക്തിയായി വിതറി വെഞ്ചരിച്ച കല്ലുപ്പ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ ക്ഷുദ്രജീവികൾ പോകുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ അന്ന് ജപമാല കൂടി ഞാൻ പകല് സന്ധ്യാവണയ്ക്ക് മുന്നേ ഞാൻ കല്ലുപ്പ് ശക്തിയായി ഈ അറേഗാസൻ്റെ സ്ഥലം ഞങ്ങൾക്കുള്ള ആ സ്ഥലത്തിൻ്റെ ചുറ്റും ഞാൻ ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാം കഴിഞ്ഞു. അപ്പം അന്ന് ബന്ധന പ്രാർത്ഥനയുടെ പുസ്തകം എനിക്ക് കിട്ടിയിരുന്നില്ല അന്ന്. അങ്ങനെ അത് ചെയ്ത് നേരം എടുത്ത് ഞാൻ രാവിലെ പള്ളിയിൽ പോയി വന്നപ്പോഴുണ്ട് ഒരു 6-7 കിലോയിലധികം ഉണ്ട് ഒരു പൂച്ച ചത്ത് കിടക്കണം മുറ്റത്ത്. എന്നിട്ട് ഞാനപ്പോൾ എനിക്ക് വലിച്ച് എങ്ങനെയൊക്കെ ഞാൻ കൊണ്ടുപോയി ഭാഗത്താക്കി അതിനെ വേറൊരു പറമ്പിലേക്കൊക്കെ കൊണ്ടുപോയി ചെയ്തു. അപ്പം ഇന്ന് വരെ 6 മാസമായി എലിയോ പൂച്ചോ പാമ്പ് അകത്തേക്ക് വരെ വന്നിട്ടുണ്ട്. ചേട്ടൻ നല്ലൊരു കൈയ്യടി കൊടുത്തോട്ടോ. ഒരു പൈശാചിക ബന്ധനം വിട്ടുപോയതാ കേട്ടോ. അതിൻ്റെ തെളിവായിരുന്നു ഈ ചേച്ചി. അതിങ്ങനെ തെളിവ് തരും ചില സമയത്ത്, എല്ലാ സമയത്തും ഇല്ല, ചില സമയത്ത് ഈശോ ഇങ്ങനെ തെളിവ് തരും. അതിലൊരു തെളിവായിരുന്നു ആ ചേച്ചി വെഞ്ചരിച്ച കല്ലുപ്പൊക്കെ ഇട്ട് വിശ്വാസമാണ് ചൊല്ലി ബന്ധനം പ്രാർത്ഥിച്ച് പിന്നെ പള്ളിയിൽ പോയി വന്നപ്പോൾ കാണുന്ന ഒരു പൂച്ച അവിടെ ചത്ത് കിടക്കുക. അതിനുശേഷം പിന്നീട് വരെ എലിയുടെയോ പൂച്ചയുടെയോ ശല്യം ഉണ്ടായിട്ടില്ല. 6 മാസം കഴിഞ്ഞു. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും അന്തോണീസ് പുണ്യാളിനും കോടാനുകൂടി നന്ദി അറിയിക്കുന്നു.